ബൊഗൈൻവില്ല, അതിനിവിടങ്ങളിൽ കടലാസ് പൂ എന്നും പറയും. പൂടാൻ പ്രധാനമായിട്ട് വേണ്ട സൂര്യപ്രകാശം. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള നല്ല വെയിലുണ്ടായാൽ ചെടിക്ക് പൂടാൻ ചാൻസ് കൂടും. വെയിലില്ലെങ്കിൽ, പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും, ഇല ധാരാളം ഉണ്ടാവും. അതാണ് സാധാരണ കാണാറ്. പിന്നെ നമ്മൾ നനച്ച് വളർത്തുന്ന ചെടിയാണെങ്കിൽ വാട്ടർ സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ, അതായത് കുറച്ച് ഇലകൾക്ക് ചെറിയ വാട്ടം തുടങ്ങുന്ന വരെ വെള്ളം ഒഴിവാക്കുക. എന്നിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വെള്ളം കുറച്ച് നനയ്ക്കുക. അങ്ങനെ വരുമ്പോൾ പൂമൊട്ടുകൾ വരും. പൂമൊട്ടുകൾ വന്നു തുടങ്ങിയാൽ ഒരു മിതമായ രീതിയിൽ നനയ്ക്കാം. അതിനെപ്പറ്റി ശാസ്ത്രീയ പഠനങ്ങളുണ്ട്. ഇറ്റലിയിലെ നേപ്പിൾസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൊരു പഠനം ഞാൻ കണ്ടു. പിന്നെ ഫിലിപ്പൈൻസ് അഗ്രികൾച്ചറൽ ജേണലിൽ ഒരു തായ്വാനിന്ന്, നാഷണൽ തായ്വാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പഠനത്തിലും അത് കാണുന്നുണ്ട്. അവർ 15% വെള്ളത്തിൻ്റെ അളവ് ആക്കിയിട്ടാണ്, അതായത് നോർമലായിട്ട് അവർ കണക്കാക്കണ മണ്ണിൽ 60% വരെ വെള്ളം ഉണ്ടാവാമെന്നാണ്. അത് 15% വരെയൊക്കെ കുറച്ചിട്ടാണ് നല്ലോണം പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ ചെടിയുടെ വളർച്ച കുറച്ച് കുറയും കേട്ടോ, അങ്ങനെ വെള്ളം കുറയ്ക്കുമ്പോൾ. പിന്നെ വളത്തിൽ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് പൂക്കളുണ്ടാവാൻ നല്ലത്. ഞാനിവിടെ NPKയിൽ 0050 ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത്ര വേണമെന്നില്ല. 10, 20, 30 അനുപാതത്തിൽ 30 പൊട്ടാസ്യം കേട്ടോ. അങ്ങനെയാണെങ്കിലും നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പൂവിടേണ്ട സമയമാകുമ്പോൾ നൈട്രജൻ വളം മാത്രമുള്ളത്, അതായത് യൂറിയ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക നല്ലത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇലകളെ ഉണ്ടാവുള്ളൂ. പിന്നെ പൂക്കളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വൃത്തിയാക്കണം നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് ബുഷിയായിട്ട് വളരാനും പിന്നെ അതിൽ കൂടുതൽ പിന്നീട് പൂക്കളുണ്ടാവാനൊക്കെ നല്ലതാണ്. പിന്നെ ചട്ടി ഒരുപാട് വലിപ്പമുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കണത് നല്ലതെന്ന് പറയുന്നുണ്ട്. അതായത് വേരുകൾക്കും ചെറിയ ഞെരുക്കുണ്ടാവണം, എന്നാലാണ് പൂടാൻ സാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് ബൊഗൈൻവില്ലയ്ക്ക്. അത് ഏറ്റവും രസമായിട്ട് തോന്നിയത് ഈ വാട്ടർ സ്ട്രെസ്സും റൂട്ട് സ്ട്രെസ്സും. അതായത് അധികം നനയ്ക്കരുത്, അധികം നനച്ച് കഴിഞ്ഞാൽ പൂക്കൾ കുറയും. അതുകൊണ്ടായിരിക്കും മഴക്കാലത്ത് പൂക്കൾ കുറയുന്നത്. പിന്നെ വെയിലും കുറവായിരിക്കുമല്ലോ മിക്കവാറും മഴക്കാലത്ത്. പിന്നെ റൂട്ടിൻ്റെ സ്ട്രെസ്സ് പറഞ്ഞാണ് വേറെ തമാശ. അത് നമ്മൾ സാധാരണ വിചാരിക്കുക ചെടി നന്നായിട്ട് വളരാൻ കൂടുതൽ വലിയ ചട്ടിയാണല്ലെന്ന്. അത്ര വലുതാവാതെ ഒരു മിതമായിട്ട്, അതായത് കഷ്ടിച്ച് വേരുകൾ അതിൽ കൊള്ളാനുള്ള സ്ഥലം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ കാര്യം ശരിയായിട്ട് ശാസ്ത്രീയ പഠനങ്ങൾ ഒന്നിലധികം യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ഞാൻ വായിച്ചു. അതിൽ ഒരെണ്ണത്തിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്.